17 നടന്ന ചമ്പാരൻ സത്യാഗ്രഹം. അമ്മ ഇത് വീണ്ടും പോയി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്കവറി ക്രോണിക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൈഫൈ റിപ്പീറ്ററാണ്. അതായത് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഫോൺ മാത്രമല്ല, നമ്മൾ ഇൻ്റർനെറ്റും വളരെയധികം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യകത വളരെയേറെ കൂടി നിൽക്കുന്ന സമയം കൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ആയാലും നമ്മളെപ്പോഴും ഇൻ്റർനെറ്റിനെയാണ് ആശ്രയിക്കുന്നത്. രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്ന് വൈഫൈ ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം, വൈഫൈയുടെ റേഞ്ച് ഒരു പ്രധാന പ്രശ്നമായിട്ട് വരാറുണ്ട്. കാരണം നമ്മൾ വൈഫൈ ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിരിക്കുന്ന റൂമിൻ്റെ അടുത്തുള്ള റൂം വരെയൊക്കെ നമുക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ വൈഫൈയിലേക്ക്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വൈഫൈയുടെ റേഞ്ച് താഴ്ന്നു വരികയും നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാത്ത അവസ്ഥയും വരാറുണ്ട്. അപ്പം നമ്മളൊക്കെ വിചാരിക്കാറുണ്ട്, നമുക്ക് ഒരു വീട് മുഴുവൻ വൈഫൈയുടെ റേഞ്ച് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ ഇന്ന് നീങ്ങുന്നത്. വേറെ ഒന്നല്ല, ഇതിന് വൈഫൈ റിപ്പീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഉള്ള വൈഫൈ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്ത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിവൈസ് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു 1000-1500 റേഞ്ചിലാണ് അതിൻ്റെ കോസ്റ്റ് ഒക്കെ വരുന്നത്. എന്നാൽ നമ്മളുണ്ടാക്കുന്ന വൈഫൈ റിപ്പീറ്ററിന് ആകെ 400 രൂപയാണ് ചിലവ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, IoT ഡിവൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തൊരു നോഡ് MCU എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതേ സംഭവം തന്നെയാണ് നമ്മൾ വൈഫൈ റിപ്പീറ്ററാക്കി മാറ്റാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഇതിന് വേറെ എക്സ്റ്റേണൽ ഹാർഡ്വെയർസ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ആ ഒരു ബോർഡിലേക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ അത് നേരെ വൈഫൈ റിപ്പീറ്ററായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്രൊജക്റ്റിന് ആകെ കൂടെ ആവശ്യമുള്ളത് ഈ ഒരു നോഡ് MCU എന്ന് പറഞ്ഞ ബോർഡാണ്. ഈ ഒരു ബോർഡാണ് നമ്മൾ ഇനി വൈഫൈ റിപ്പീറ്ററാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബോർഡ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ എൻ്റെ ചാർജറിൻ്റെ USB കേബിളാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ അറ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. GitHub എന്ന വെബ്സൈറ്റിൽ നിന്നാണ് എനിക്ക് സോഫ്റ്റ്വെയർ കിട്ടിയത്. അപ്പോൾ അതിനായി ഞാൻ ആദ്യമേ ഗൂഗിളിൽ GitHub ESP വൈഫൈ റിപ്പീറ്റർ എന്ന് സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ സെർച്ച് റിസൾട്ടിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കാണും. അത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് സിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സിപ്പ് ഫയൽ ഡൗൺലോഡായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ഓൾറെഡി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു സോഫ്റ്റ്വെയറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ഈ ESP, അതായത് നമ്മുടെ നോഡ് MCU പ്രോഗ്രാം ചെയ്യാനായിട്ടൊരു ഫ്ലാഷിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അതിൻ്റെ ലിങ്കും ഈ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണുള്ളതുള്ളത്. ഇതാണ് ആ ലിങ്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു ഫയലും കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. ഈ ഒരു വെബ്സൈറ്റിൽ കുറച്ച് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ഡൗൺലോഡ് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഹെഡ് കാണാം. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫയൽസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അവസാനം ഡൗൺലോഡ് ചെയ്ത ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യാണ്. അതായത് നമ്മുടെ നോഡ് MCU ഫ്ലാഷ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അടങ്ങിയിരിക്കുന്ന ഫയലാണിത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു EXE ഫയൽ കാണാം. അത് റൺ ചെയ്യാം. അത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് അൺസിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇങ്ങനൊരു വിൻഡോ വരും. അപ്പോൾ ഇതിൽ ഡെവലപ്പർ മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യത്തെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ESP 8266 എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനിയപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലാഷ് ചെയ്യാനുള്ള ഫയൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലിനകത്താണ് ആ ഫയലുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇത് എക്സ്ട്രാക്ട് ചെയ്യുക.
എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഫോൾഡർ കിട്ടും. അപ്പോൾ ഈ ഫോൾഡറിൻ്റെ അകത്താണ് നമുക്ക് ഫ്ലാഷ് ചെയ്യേണ്ട ഫയലുള്ളത്. അപ്പോൾ നേരത്തെ മിനിമൈസ് ചെയ്ത് വെച്ച ഫ്ലാഷിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അൺസിപ്പ് ചെയ്ത, അതായത് എക്സ്ട്രാക്ട് ചെയ്ത ആ ഫോൾഡർ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ആ ഫോൾഡർ. ഇതിനകത്ത് നമുക്ക് ഫേംവെയർ എന്ന് പറഞ്ഞ വേറൊരു ഫോൾഡർ കൂടി കാണാം. അതിനകത്ത് 0x00000 എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അതേ ഫയൽ നെയിം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ഫീൽഡിൽ അടിച്ചു കൊടുക്കുക, അതായത് 0x5x0 അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഫീൽഡിൽ ഫയൽ സെലക്ഷനിൽ രണ്ടാമത്തെ ഫയലായ 0x020000 എന്ന് പറയുന്ന ആ ഒരു ഫയലും കൂടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഫയൽ നെയിമും തൊട്ടടുത്ത ആ ഒരു ഫീൽഡിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ 2 ഫയൽസാണ് നമ്മളുടെ NodeMCUലേക്ക് നമ്മൾ ഫ്ലാഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഈ സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറക്റ്റായിട്ടുള്ള കോം പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ NodeMCU നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് പോർട്ടിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ പോർട്ട് വേണം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പോർട്ട് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഓക്സിമീറ്ററിൻ്റെ വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് എന്ന ഓപ്ഷനിലേക്ക് പോവാം. അവിടെ ഡിവൈസ് മാനേജർ സെലക്ട് ചെയ്യുക. അതിന് ശേഷം താഴേക്ക് വരുമ്പോൾ പോർട്സ് എന്ന് പറയുന്ന ഒരു ട്രീ കാണാം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ഇതിലിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് 12 എന്ന പോർട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ COM12 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം BAUD എന്നുള്ളത് 115200 എന്നുള്ളത് സെലക്ട് ചെയ്യണം. നേരത്തെ ഞാൻ തെറ്റായത് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ എറർ മെസ്സേജ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ ഫ്ലാഷിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് താഴെ അതിൻ്റെ സ്റ്റാറ്റസ് ബാർ കാണാം. അപ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിയുമ്പോൾ നമുക്കിവിടെ ഫിനിഷ് എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ ഫസ്റ്റ് ബൂട്ടിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലാഷ് ചെയ്ത ഡിവൈസ് ഫസ്റ്റ് ബൂട്ടിന് വേണ്ടിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ NodeMCUവിൻ്റെ റീസെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഡിവൈസ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് LED ഇവിടെ ബ്ലിങ്ക് ചെയ്യണതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വരാം. അവിടെ പുതിയ വൈഫൈ സിഗ്നൽ കാണുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഞാൻ നിലവിൽ കേരള വിഷൻ 091 എന്ന് പറയുന്ന ഒരു കണക്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും വൈഫൈ സിഗ്നൽസ് റീഫ്രഷ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമുക്ക് മൈ AP എന്ന് പറയുന്ന ഒരു വൈഫൈ സിഗ്നൽ കാണാം. ഇത് നമ്മുടെ NodeMCUയിൽ നിന്ന് വരുന്ന വൈഫൈ സിഗ്നലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സോഫ്റ്റ്വെയർ നമ്മുടെ NodeMCUയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ NodeMCU ഒരു വൈഫൈ റിപ്പീറ്ററായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സിഗ്നൽ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോൺഫിഗറേഷൻസ് ചെയ്യാനുണ്ട് ഈ കണക്ഷനിൽ. അതിന് വേണ്ടിയിട്ട് ഇവർ ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ IP അഡ്രസ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ മൈ AP എന്ന് പറയുന്ന ആ ഒരു വൈഫൈ കണക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഈ അഡ്രസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഏത് വൈഫൈ സിഗ്നലാണോ നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടത് ആ വൈഫൈ സിഗ്നലിൻ്റെ യൂസർ പാസ്വേഡും ടൈപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ കേസിൽ ഞാനിവിടെ കേരള വിഷൻ 091 എന്ന് പറയുന്ന ആ ഒരു വൈഫൈ സിഗ്നലാണ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു വൈഫൈ കണക്ഷൻ്റെ യൂസർ ID പാസ്വേഡാണ് ഞാനിവിടെ അടിക്കുന്നത്. അതിനുശേഷം കണക്റ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി AP സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെയാണ് നമ്മൾ പുതിയ വൈഫൈ കണക്ഷൻ, അതായത് നമ്മുടെ റിപ്പീറ്ററിൽ നിന്ന് വരുന്ന വൈഫൈ സിഗ്നൽസിൻ്റെ ഡീറ്റെയിൽസ് അടിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പുതിയ കണക്ഷന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അവിടെ SSID എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നു ആ പേരാണ് പുതിയ കണക്ഷൻ ഇനി കാണിക്കുക. അപ്പോൾ ഞാനിവിടെ കേരള വിഷൻ 2 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡും കൂടെ കൊടുക്കുക. ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഫീൽഡ് ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിപ്പീറ്ററിൽ നിന്ന് വരുന്ന വൈഫൈ സിഗ്നൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതായത് പാസ്വേഡ് ഇല്ലാതെ തന്നെ ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആക്കണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഓൺ ആക്കിയിട്ട് വൈഫൈ സിഗ്നൽ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ വൈഫൈ ഓൺ ആക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 2 സിഗ്നൽ കാണാം. കേരള വിഷൻ 091 എന്ന പഴയ നമ്മുടെ വൈഫൈയിൽ നിന്നുള്ള സിഗ്നലും അതുപോലെ കേരള വിഷൻ 2 എന്ന റിപ്പീറ്ററിൽ നിന്നുള്ള സിഗ്നലും. അപ്പോൾ ഇവിടെ സിഗ്നൽ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പഴയ സിഗ്നൽ വളരെ വീക്കാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ റിപ്പീറ്ററിൽ നിന്നുള്ള സിഗ്നൽ ഫുൾ റേഞ്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് വീക്കായ വൈഫൈ സിഗ്നലിനെയും റിപ്പീറ്റർ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിപ്പീറ്ററിൽ നിന്നുള്ള പുതിയ വൈഫൈ സിഗ്നലിലാണെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് എടുക്കുകയാണ്.
അപ്പോൾ ഇതാ യൂട്യൂബ് വന്നു. കുറിച്ച് ക്വിസിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ അറിവ് ഉപകാരപ്പെടാൻ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.